ചില മനുഷ്യർ കാണിക്കുന്ന ക്രൂരത കണ്ടാൽ നമുക്ക് സമാനതകൾ കണ്ടെത്താൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിച്ച് പോകും. അത്തരമൊരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. തിരുവോണ ദിനത്തിൽ റോഡിൽ തൃശ്ശൂരിലാണ് ഈ സംഭവം. ഉറങ്ങിക്കിടന്ന വയോധികനുടെ കണ്ണില്ലാത്ത ക്രൂരത കാണിച്ചു. വയോധികൻ തെക്കങ്കര സ്വദേശി PV ശശിയുടെ ശരീരത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അരയ്ക്ക് താഴേക്ക് പൊള്ളലേറ്റ ശശി ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കുറച്ച് ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൂരജ് സജി ഗുരുതരാവസ്ഥയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇത് ചെയ്തത് ആരാണ് എന്നതെങ്കിലും CCTV ദൃശ്യമോ എന്തെങ്കിലും കിട്ടിയോ? ഇതുവരെയും ഇത് ചെയ്തത് ആരാണെന്നതിനെ കുറിച്ച് ഒരു സൂചനയുമില്ല. ഈ കുടുംബം നൽകിയ പരാതി ഇപ്പോഴും ഈ വടക്കാഞ്ചേരി പോലീസ് സ്വീകരിച്ച അന്വേഷണം ആരംഭിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയാണുള്ളത് ഈ കുടുംബത്തിനുള്ളത്. എന്തായാലും ഈ പരിക്കേറ്റ വയോധികൻ ഇപ്പോഴും ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ കഴിഞ്ഞ തിരുവോണ ദിവസമാണ് ഈ PV ശശി സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. ഈ ഹൃദ്രോഗിയാണ്, അതുകൊണ്ട് തന്നെ ഈ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മദ്യപിക്കുകയും ചെയ്തതോടുകൂടി ഈ വല്ലാത്ത ആലസ്യം തോന്നുന്നു. ഈ വഴിയരികിൽ, അതായത് വീട്ടിലേക്കുള്ള നടപ്പുവഴിയാണ്, ഈ നടപ്പുവഴിയിലാണ് ഈ ശശി ഈ മയങ്ങി വീഴുന്നത്. അവിടെ കിടക്കുന്നു. പിന്നീട് ഈ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ എത്തി നോക്കുന്ന സമയത്താണ് ഈ ശശിയുടെ ഇരു കാലുകളിലും ഈ പൊള്ളലേറ്റ നിലയിൽ കാണുന്നത്. അത് ഈ ചൂടുവെള്ളം പോലത്തെ ദ്രാവകം വീണ് ഈ തൊലി അടക്കം വേർപെട്ട നിലയിലായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നു. പക്ഷേ ഈ ശരീരത്തിൽ ഈ അണുബാധ അടക്കം ബാധിച്ചതോടുകൂടി ഈ ഈ പൊള്ളലേറ്റ ഭാഗം പിന്നീട് വ്രണമായി മാറുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ശശി ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ഈ ചികിത്സയിൽ തുടരുകയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. പക്ഷേ കുടുംബം ഇത് കാണിച്ചുകൊണ്ട് ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി പോലീസിന് ഒരു പരാതി നൽകുന്നു. ഒരു പട്ടികജാതിക്കാരൻ കൂടിയാണ് ശശി. പക്ഷേ വടക്കാഞ്ചേരി പോലീസ് ആകട്ടെ ഈ പരാതിയിന്മേൽ ഒരു അന്വേഷണം നടത്താനോ കേസെടുക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ ആരാണോ അവരെ ഈ പുറത്തു കൊണ്ടുവരണം, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം, അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.